ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാവയ്ക്ക വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിത് സ്നാക്കായിട്ട് കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറിനൊപ്പം കഴിക്കാം. എന്തായാലും നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഈ പാവയ്ക്ക നന്നായിട്ട് ഉപ്പുവെള്ളത്തിൽ കഴുകി തുടച്ചെടുത്ത പാവയ്ക്കയാണ്. ഇനി ഇതിനെ നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മെഴുക്കുപുരട്ടിക്കൊക്കെ എടുക്കുന്നത് പോലെ കട്ട് ചെയ്ത് റൗണ്ടായിട്ട് എടുക്കണം, തിൻ പീസസ് ആയിട്ട്. കാരണം നമുക്കിത് ഫ്രൈ ചെയ്ത് കോരേണ്ടതാണ്. അപ്പോൾ തിൻ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പാവയ്ക്കയുടെ കുരു ഒന്നെടുത്ത് മാറ്റുവാണ്. കുരുവും അതിന്റെ ചുറ്റാകെയുള്ള ആ ഭാഗം ഒന്നെടുത്ത് മാറ്റുവാണ്. അല്ലാതെ നമുക്ക് ചെയ്യാം, കുരു ആ ഭാഗം കൂടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്ന് മാറ്റിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പാവയ്ക്കയും നമുക്കിതുപോലെ കുരു മാറ്റിയെടുക്കാം. ഇനി ഞാൻ ഈ പാവയ്ക്കയിൽ നിന്ന് പകുതി വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അത് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പകുതി വെച്ചാവുമ്പോൾ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടും. അതുപോലെ ചിലപ്പോൾ ഒരുമിച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക മുറിഞ്ഞു പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പകുതിയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഉപ്പാണ്, അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം സ്പൈസി ആണ് ഈ സ്നാക്ക്, അതുകൊണ്ട് 2 സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഫുൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അടുത്തത് വേണ്ടത് നാരങ്ങ നീരാണ്. ഒരു നാരങ്ങയുടെ നീര് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു നാരങ്ങ ആയിരുന്നു. അപ്പോൾ 3 പാവയ്ക്കയുടെ അളവിനാണ് ഈ ഒരു ഫുൾ നാരങ്ങ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത മസാലകളൊക്കെ എല്ലാ പാവയ്ക്കയിലും പിടിക്കത്തക്ക രീതിയിൽ മെല്ലെ മെല്ലെ ഇളക്കി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് നമ്മളൊരു 15 മിനിറ്റ് മാറ്റി വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ളതിൽ പകുതി പാവയ്ക്കാണ് ഇപ്പോൾ മസാല തേച്ചെടുത്തിട്ടുള്ളത്. ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ ഇതേ അളവിൽ തന്നെ മസാലകൾ ചേർത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അതിനൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ മസാലയൊക്കെ തേച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വറുത്ത് ഡീപ് ഫ്രൈ ചെയ്ത് കോരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം ഓയിൽ വേണം. ഇനി ഓയിലൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. മസാലയൊക്കെ പിടിച്ച് നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും നാരങ്ങാനീരും എല്ലാം ചേർന്ന് നല്ലൊരു പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനു മുന്നേ നമുക്ക് കുറച്ച് പൊടികളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ പകുതി പാവയ്ക്കയാണ് ഇപ്പോഴും മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് അരിപ്പൊടിയാണ്. 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കണം. 3 സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി പൊടികളെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ പാവയ്ക്ക ഒന്ന് നല്ലൊരു കോട്ടിംഗ് ആയി വരണം. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് കോരാൻ പോവുകയാണ്. നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. കളറൊക്കെ മാറി ഒരു റെഡിഷ് കളറായിട്ട് വരുന്നുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. എന്നാലാണ് കുറച്ച് ദിവസം നമുക്കിത് സൂക്ഷിച്ച് വെക്കാനും കൂടെ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാവയ്ക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് സ്നാക്കായിട്ടും കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചോറിനൊപ്പവും കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്